നേരത്തെ ഡോക്ടർ അരുണും ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 4 വർഷവും 3 മാസവും കഴിഞ്ഞു ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടിട്ട്. അപ്പോൾ പ്രസിഡൻഷ്യൽ അസൻറ്റ് കിട്ടി. സ്വാഭാവികമായും നമ്മൾ മറ്റ് ബില്ലുകളുടെ ഒരു ചരിത്രം നോക്കിയാൽ 6 മാസത്തിനുള്ളിൽ വിജ്ഞാപനം വരേണ്ടതാണ്. പക്ഷേ ആ, ഈ സി എയുടെ കാര്യത്തിനകത്ത് പാർലമെൻറ്റ് കമ്മിറ്റികളിൽ നിന്ന് എക്സ്റ്റൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോം മിനിസ്ട്രി എന്നുള്ളത് നമ്മൾ തുടർച്ചയായി വാർത്തകളിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, അമിത്ഷാ ഇ.ടി. നൗവിൻ്റെ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ടാണ് പറഞ്ഞത് സി എ വരും എന്ന്. അതായത് വിജ്ഞാപനം ഉടനെ പുറപ്പെടുവിക്കുമെന്ന്. മാത്രമല്ല, അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും ഈ പാർട്ടീഷ്യൻ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഈ ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ അവിടെ പ്രോസിക്യൂഷൻ നേരിടുന്ന ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ അതല്ലല്ലോ വിഷയം. മറ്റു രാജ്യങ്ങളിൽ പ്രോസിക്യൂഷൻ നേരിടുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർക്ക് പൗരത്വം നൽകുക എന്നത് മതേതരവാദികളായ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ആവശ്യവുമാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തിൻ്റെ ലെഗസി അതാണ്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രം എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളെ മാത്രം, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിലേക്ക് അതിനെ ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത മ്യാൻമറിലേക്ക് നമ്മൾ പോകുന്നില്ല, അയൽപക്കത്തുള്ള ശ്രീലങ്കയിലേക്ക് നമ്മൾ പോകുന്നില്ല, മറ്റു പല രാജ്യങ്ങളെയും നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഒരു അജണ്ട ഇവിടെ ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത് നടപ്പാക്കുന്നതിൻ്റെ ഔചിത്യക്കുറവിനെ നമ്മളെന്തായാലും വിമർശിക്കുന്നത്. നോക്കൂ, ഇവിടെ നേരത്തെ അരുൺ അത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും സി എ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹോം മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് 2021-22 വർഷങ്ങളിലെ ഹോം മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് ഏപ്രിൽ 1, 2021 മുതൽ ഡിസംബർ 31, 2021 വരെ 1414 നോൺ മുസ്ലിം മൈനോറിറ്റീസിന് പൗരത്വം നൽകുന്നതിന് വേണ്ടി ജില്ലാ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതും 9 സംസ്ഥാനങ്ങളിൽ: ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, UP, ദില്ലി, മഹാരാഷ്ട്ര എന്നീ 9 സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സംസ്ഥാനങ്ങളൊന്നും അല്ല ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് വെസ്റ്റ് ബംഗാളും 2 അസമുമാണ് എന്നുള്ളതാണ്. അസമിൽ ഇതിനകം തന്നെ NRC ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിലും അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംസ്ഥാനങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞ് പൗരത്വം നിഷേധിക്കപ്പെടുന്ന ആളുകളെ രാജ്യത്തിന് പുറത്താക്കുക NRCയിലൂടെ. അതിന് പകരം അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് മാത്രമായി പൗരത്വം അനുവദിക്കുക എന്ന് പറയുമ്പോൾ, ഇവിടെ ഉണ്ണിയും അരുണും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള കൃത്യമായ ചുവടുവയ്പ്പാണ്. ഇത് പ്രതീകാത്മകമാണ്. ചിലപ്പോൾ ഇവിടെ 1414 പേരെ മാത്രമാണ് 2011, 2021, 22 വർഷങ്ങളിൽ പൗരത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണോ വലിയ പ്രശ്നം എന്നുള്ള ഒരു നിഷ്കളങ്കത നടിച്ചുകൊണ്ടുള്ള ചോദ്യമുണ്ടല്ലോ. ആ നിഷ്കളങ്കത നടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ യാതൊരു പ്രസക്തിയില്ല. NRCയിലൂടെ മുസ്ലിമിനെ പിടിച്ച് പുറത്താക്കുക, CAയിലൂടെ ഹിന്ദുക്കളെ അകത്ത് കടത്തുന്നു എന്ന് വരുത്തുക, അതിൽ പോലും ഈ സർക്കാരിന് ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ CAയും NRCയും നടപ്പിലാക്കുന്നു. 370 അതിൻ്റെ എല്ലാ പ്രക്രിയയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി അതിന്മേൽ കേന്ദ്ര സർക്കാരിൻ്റെ 370 എടുത്തു കളയാനുള്ള തീരുമാനം ഒരുപാട് വികലമായ വിധിയിലൂടെയാണെങ്കിൽ പോലും അത് അംഗീകരിച്ചിരിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് ഉടൻ വരും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അനന്ത്കുമാർ ഹെഗ്ഡെയുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി വരും, 3-2 ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ എത്തിക്കുകയാണ് എങ്കിൽ. അതിന് 2 കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം വേണം, രാജ്യസഭയിലും ആ ഭൂരിപക്ഷം വേണം എന്നുള്ള
എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകം വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെയും ഒരു 2025 RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ഹിന്ദുത്വ രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതാണല്ലോ. നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വോട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങളൊരു ഹിന്ദുത്വ രാജ്യത്തിന് വേണ്ടിയാണോ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പോൾ ഞാനൊരു ഹിന്ദുത്വ ആശയഗതിയുള്ള, അപ്പോൾ അര ഹിന്ദുത്വ പാർട്ടിയുണ്ട്, ഒരു ഹിന്ദുത്വ പാർട്ടിയുണ്ട്, മുക്കാൽ ഹിന്ദുത്വ പാർട്ടിയുണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഹിന്ദുത്വ പാർട്ടികളെ വിഭജിച്ചെടുക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുൾ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് കൊടുക്കുന്ന കൃത്യമായ സന്ദേശമാണിത് എന്നുള്ളതാണ്. ശരിയാണ്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് BJPക്ക് പോകാൻ കഴിയില്ല. അപ്പോഴാണ് ഈ പറയുന്ന ഈ ഫ്രിഞ്ച് എലിമെൻറ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ഫ്രിഞ്ച് എലിമെൻറ്റുകളിലൂടെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുക. അത് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയില്ല. അനന്ത് കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു ഫ്രിഞ്ച് എലിമെൻറ്റിനെ കൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ 2024 3-2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഭരണഘടനാ ഭേദഗതി ഉണ്ടാവും. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് മതേതരത്തെ എടുത്തു കളയുമെന്ന് മാത്രമാണ്. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ BJP നടപ്പാക്കിയ ഇതേ ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്നും അത് കോടതിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും BJP തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പുതിയ ഭരണഘടനയും അനുസ്മൃതിയൊന്നും ഇനി ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇതൊക്കെ തന്നെയും മതി എന്ന് നമുക്കറിയാം, ഇതേ ഭരണഘടന തന്നെ. പക്ഷേ അതിനകത്ത് മതേതരത്വം എന്ന വാക്കെടുത്ത് കളയുന്നു എന്നുള്ളതാണ്. ഹിന്ദു ഫസ്റ്റ് എന്ന നിലയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യ സർസംഘചാലകുമാർ തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണത്. അതായത് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഹിന്ദുവിനൊരു നിയമവും മറ്റ് മതവിഭാഗങ്ങൾക്ക് വേറൊരു നിയമവും എന്ന്. അതിലൊന്നും ഒരു തരത്തിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ അത് എഴുതിയത് ഏത് കാലഘട്ടത്തിലാണ്? ലോകം മുഴുവൻ വംശീയ വിദ്വേഷത്തിൽ പരസ്പരം ഏറ്റുമുട്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് തന്നെ അത് പിന്തിരിപ്പൻ നയമായിരുന്നു. നോക്കൂ, ആ കാലഘട്ടത്തിൽ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അന്നത്തെ സർസംഘചാലകുമാർ എഴുതി വെച്ചതാണ് ഇന്നത്തെ ലോകത്ത് എഴുതുന്നത്. നോക്കൂ, അന്ന് ആ നിലയിൽ വംശീയ വിദ്വേഷത്തിൽ പരസ്പരം കൊന്നൊടുക്കിയവരുണ്ടല്ലോ, ഇന്ന് കറുത്ത പൊട്ടായി ചരിത്രത്തിൽ നിൽക്കുകയാണ്. ആ കറുത്ത പൊട്ടായി ചരിത്രത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിലേക്ക് ഒരു പിന്തിരിഞ്ഞ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് CA. Meet the editors.